ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളുവാവ വ്ളോഗ്സ്. എൻ്റെ സൗണ്ടൊന്നും തീരെ ശരിയല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് ലൈവ് ഒന്നും ഇടാത്തത്. ചുമയൊന്നും ഒരു കുറവുമില്ല, അതുകൊണ്ടാണ്. ഇത് എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ അവിടുത്തെ വഴിയാണ്. ഞാനും മാളും കൂടി ഹോസ്പിറ്റലിൽ പോയിട്ട് വരണ സമയത്ത് നടന്ന് വരുമ്പോൾ എടുത്തൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പകുതി എത്തിയപ്പോഴേക്കും മാള് നടന്ന് ക്ഷീണിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഏട്ടനെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളവിടെ നിൽക്കുകയാണ് കേട്ടോ, വണ്ടി വരണത് കാത്തിട്ട്. അപ്പോൾ നടക്കാണ്ടേ കുറേ നാളുകളായില്ലേ, ഇപ്പം അങ്ങനെ നടന്നിട്ടൊന്നും പോവാറില്ലല്ലോ, അതുകൊണ്ട് അവൾക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി. അച്ഛൻ ആ ഉമ്മറത്ത് അങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫുൾ ടൈം അച്ഛൻ ആ ഉമ്മറത്ത് അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുക. അങ്ങനെ അച്ഛന് നടക്കാനൊന്നും അധികം പറ്റില്ല, ശ്വാസം മുട്ടുള്ള കാരണം കൊണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ 4 മക്കളുണ്ട്. 4 മക്കളുടെ വീട്ടിൽ വിളിച്ചാലും അച്ഛൻ പറയും, എനിക്ക് എൻ്റെ വീട്ടിലിരിക്കുന്ന ഒരു സംതൃപ്തി എവിടെ പോയാലും കിട്ടില്ല എന്ന് പറയും കേട്ടോ. എന്തെങ്കിലും വയ്യായും കാര്യങ്ങളും വന്നാൽ മാത്രമാണ് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ വന്ന് അങ്ങനെ നിൽക്കാറുള്ളൂ. അല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടിലങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം. അവിടെ ആ ഉമ്മറത്ത് അങ്ങനെ ഇരുന്ന് 2 സൈഡും റോഡാണ് കേട്ടോ. അപ്പോൾ റോട്ടിൽ കൂടെ പോകുന്ന ആൾക്കാരെയൊക്കെ കണ്ട് അവരോടൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ അച്ഛന് അതൊരു സന്തോഷമാണ്. അങ്ങനെ ശ്രീക്കുട്ടിയും കണ്ണൻകുട്ടിയും കൂടി പൊത്തി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാലത്ത് ഞങ്ങൾ ചായ വെച്ച് കൊള്ളിയൊക്കെ പുഴുങ്ങി മീൻകറിയും ഒക്കെയാണ് അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടിക്കഴിഞ്ഞാൽ നല്ല ബഹളമാണല്ലോ. ഞങ്ങൾ കുറേ പേരുണ്ടല്ലോ, ഞങ്ങൾ 4 മക്കളും ഞങ്ങളുടെ മക്കളും കൂടി ആവുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എല്ലാവരും കൂടി വന്നിട്ട് ഏട്ടനങ്ങനെ 2 വർഷം കൂടുമ്പോഴല്ലേ വരുള്ളൂ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ കൂടൽ ഭയങ്കര കുറവാണ്. അപ്പോൾ ഇപ്രാവശ്യം എല്ലാവരും കൂടി അങ്ങനെ കൂടാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. ചെറിയ അനിയത്തിയുടെ ഹസ്ബൻഡും 3ാമത്തെ അനിയത്തിയുടെ ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നില്ല, ബാക്കി 2 അനിയത്തിമാരുടെ ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഫോണിലിരുന്ന് റീല് കാണും കേട്ടോ. അച്ഛൻ്റെ കുറച്ച് സന്തോഷങ്ങളാണ് അതൊക്കെ. കുറേ നേരം ഫോണിൽ ഇങ്ങനെ ഇരുന്ന് റീല് കാണും, പിന്നെ കുറച്ച് നേരം ആൾക്കാരോട് സംസാരിച്ചിരിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് അച്ഛൻ്റെ സമയം കണ്ടെത്തുന്നത്. അപ്പോൾ കുറച്ച് പേർക്ക് കൊള്ളി വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ദോശ ഉണ്ടാക്കുന്ന ആൾ ഞാനാണ്. ആ ദോശ എടുത്താൽ കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് തന്നെ ഇതൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ ഇട്ടിട്ട് പോയി. ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ കുട്ടികളെ കൊണ്ട് എവിടേക്കെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ സൺഡേ ആയിരുന്നു, അതുകൊണ്ട് ഒരു വണ്ടിയൊന്നും കിട്ടാനുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി എന്തായാലും സ്കൂട്ടിയിലൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓട്ടോ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളതിനെ പ്ലാക്കോട് സെൻറ്റർ വരെ ട്രിപ്പ് അടിച്ചിട്ട് ഞങ്ങളെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്നാക്കി തന്നു ഏട്ടൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ് കാത്തിരിക്കുകയാണ്. അങ്ങനെ ബസ് വന്നു, ബസ്സിൽ കയറി. ഞങ്ങൾ ആദ്യം ഷെയ്ക്കൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഇത് മോമോസ് ഒരു ഷോപ്പാണ് കേട്ടോ. നല്ല അടിപൊളി ഷോപ്പാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ് കേട്ടോ അവിടുത്തെ. ഉള്ളൊക്കെ കാണാൻ എന്തൊരു രസമാണെന്നറിയോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടുത്തെ ആ പ്ലേസും അവിടെയുള്ള ആ ഫ്ലവേഴ്സും ചെടികളും. പിന്നെ മൊത്തത്തിൽ അവിടെ നല്ലൊരു ഒരു പ്ലസൻറ്റ് മൈൻഡ് ആയിരിക്കും കേട്ടോ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിരുന്ന് കഴിഞ്ഞാൽ. പിന്നെ അവിടുത്തെ സ്റ്റാഫുകളുടെ കാര്യം എടുത്ത് പറയാം, നല്ല ചെറിയ പിള്ളേരാണ് കേട്ടോ, കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണ്. അവരൊക്കെ എന്തൊരു നീറ്റായിട്ടാണെന്ന് അറിയാം നമ്മളോട് സംസാരിക്കുന്നതും. അങ്ങനെ ഭയങ്കര കസ്റ്റമർ സർവീസൊക്കെ സൂപ്പറാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ മോമോസും കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. പിള്ളേരുടെ ഒരാഗ്രഹം പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പോയതാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് ഗൂഗിൾ റിവ്യൂ തരാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ റിവ്യൂ ഒക്കെ കൊടുത്തു. അങ്ങനെ നല്ല മേപ്പാട സെൻറ്ററിലാണ്. മേപ്പാട സെൻറ്ററിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് ചേലക്കരയ്ക്ക് പോകുന്ന റോട്ടിലാണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത്. മോമോ ബഗ്ഗിന്നോ അങ്ങനെ എന്തല്ലേ പേര്, അങ്ങനെ എന്താണ് പേര്, ഞാൻ മോമോ ബഗ്ഗി. നല്ല അടിപൊളി, കുറച്ച് കുഞ്ഞ് ടീനേജ് പിള്ളേർ തുടങ്ങിയിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു. രാത്രിയായി, ഒരു 7 മണിയൊക്കെ ആയി വീട്ടിൽ വന്നപ്പോൾ. അപ്പോഴേക്കും ഇവിടെ അതായിട്ട് നല്ല അടിപൊളി ചൂരക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വരണ വഴി പൊറോട്ട വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പൊറോട്ട ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ഞാൻ ചോറുണ്ട്, പിന്നെ അമ്മ ചക്കക്കൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ആ ഒരു സന്തോഷമൊക്കെ നമുക്ക് എപ്പോഴാണ് കിട്ടുക, നമ്മുടെ വീട്ടിൽ പോയിട്ട് നമ്മളെല്ലാവരും കൂടി കൂടപ്പിറപ്പുകളുടെ കൂടെ ഇരുന്നിട്ട് ആ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച്. പാവൻ്റെ അമ്മയ്ക്ക് എപ്പോഴും പണിയാണ് കേട്ടോ. ഞങ്ങൾ 4 പേരും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാത്തിനും കൂടും, എന്നാലും അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഓരോന്ന് ചെയ്തോണ്ട്. പിന്നെ ചക്ക ചുള കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛൻ, പാവം. അങ്ങനെ ഞങ്ങൾ ചക്കയൊക്കെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു, ഷേക്ക് കുടിച്ചു, മോമോസ് വേണം പറഞ്ഞ് അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വന്നു കേട്ടോ. വന്നപ്പോഴേക്കും നല്ലോണം വയ്യാണ്ടായി.
എന്നുവെച്ചാൽ കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു കേട്ടോ. ആ മോമോസ് കട അത് ഇപ്പം എത്തും പറഞ്ഞിട്ട് ആള് ഭാവി ഞങ്ങളെ കുറേ ദൂരം നടത്തിച്ചു കേട്ടോ. അങ്ങനെ കഴിഞ്ഞ് വന്നു, വീട്ടിൽ കയറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റ ബൈ ബൈ.